നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ബുധനാഴ്ച പട്ടാമ്പിയിൽ തുടക്കമാവും. ഒരുക്കങ്ങൾ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പി ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ മുതൽ 3 ദിവസങ്ങളിലായാണ് പട്ടാമ്പിയിൽ വെച്ച് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളുമായാണ് മത്സരങ്ങൾ നടക്കുക. മേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷതയിൽ മേളയുടെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി AEO KT സുമതി, സ്കൂൾ പ്രിൻസിപ്പൽ വിജയകുമാർ, മറ്റു സഹസംഘം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാതലത്തിൽ നമ്മുടെ പട്ടാമ്പി സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും വിവിധ കമ്മിറ്റികളിലായിട്ട് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള ഇനി ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയി മാറാൻ സാധ്യതയുള്ള കുരുന്നുകൾക്കുള്ള വലിയൊരു അവസരമാണ് സ്കൂളുകളിലെ ശാസ്ത്രമേള എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി പ്രവൃത്തി പരിചയമേളയും അതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും IT-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഇന്റലക്ച്വലും സയന്റിഫിക്കുമായിട്ടുള്ള സ്കൂളുകളിൽ നടക്കുന്ന കുട്ടികളുടെ കഴിവുകളെ ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം എന്നുള്ള നിലക്ക് കേരള സ്കൂൾ ശാസ്ത്രമേള വളരെ പ്രധാനപ്പെട്ട. അത് നമ്മൾ ജില്ലാതലത്തിൽ നടത്തുമ്പോൾ കെട്ടിലും മട്ടിലും പ്രവർത്തനത്തിലും ഒക്കെ തന്നെ മറ്റേത് ജില്ലയിൽ നടക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് നടത്തണം. പരിമിതികളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇത്രയും കുട്ടികൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ റിവ്യൂവിന് എനിക്ക് മനസ്സിലായത് അതാത് സബ് കമ്മിറ്റികളൊക്കെ തന്നെ വളരെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ, അധ്യാപകരാണ് പ്രധാനമായിട്ടും കമ്മിറ്റിയുടെ ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതും അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ പരിചയമുള്ളവരായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും ഏതെങ്കിലും തരത്തിൽ അവസാന നിമിഷത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകണം. നാളെ രാവിലെ 10 മണിക്ക് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. P മമ്മിക്കുട്ടി MLA, ഷംസുദ്ദീൻ MLA എന്നിവർ മുഖ്യാതിഥികളാവും. തുടർന്ന് മാത്സ്, സോഷ്യൽ സയൻസ്, IT ഇനങ്ങളിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കും. 1029 കുട്ടികളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുക. 23-ന് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവൃത്തി പരിചയമേളയും IT വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളും നടക്കും. 1997 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 3-ാം ദിവസമായ 24-ന് IT സാമൂഹ്യശാസ്ത്ര മേളകളിൽ 979 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 24-ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവിൽ പുതിയ ഓഫീസ് കൗണ്ടർ കെട്ടിടം നിർമ്മിക്കുന്നു. നിർമ്മാണോദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് ബോധിക്ഷേത്രത്തിൽ വഴിപാട് കൗണ്ടർ, ഓഫീസ് കെട്ടിടവും ക്ഷേത്ര മൈതാനത്തിന് നടുവിലെ റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ എന്നിവയാണ് നടത്തുന്നത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നാളെ രാവിലെ 9:30-ന് മുഹമ്മദ് മോഹസിൻ MLA നിർവഹിക്കുക. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 71,10,000 രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. MLA മുഹമ്മദ് മോഹസിൻ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 71,10,000 രൂപ അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ ഓഫീസ് കെട്ടിടം, വഴിപാട് കൗണ്ടർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര പറമ്പിൻ്റെ നടുവിൽ കൂടി പോകുന്ന റോഡ്, ഇതെല്ലാം കൂടിയിട്ടാണ് 70 ലക്ഷം രൂപ നമുക്ക് നീക്കി വഹിത്തന്നിട്ടുണ്ട്. ഇങ്ങനൊരു ആവശ്യം നമ്മുടെ MLA അടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്ര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞപ്പോൾ ചെറിയൊരു എമൗണ്ടാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഞാനവിടെ സ്ഥലം വന്ന് നോക്കട്ടെ, എന്നതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായി വളരെ ഒന്നുകൂടി വലുപ്പത്തിലാക്കിക്കൊണ്ട്, ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം വലുപ്പത്തിലാക്കിക്കൊണ്ട്, കാരണം അമ്പലത്തിലോട്ട് അത്രയും കൂടി ഒന്നുകൂടി നന്നാവും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 71 ലക്ഷം ആക്കിക്കൊണ്ട് അദ്ദേഹം കാണുന്നുണ്ടായി. ഞങ്ങൾ പറഞ്ഞ അവസരം തന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു നമ്മളൊരു ക്ഷേത്രത്തിന് വേണ്ടി ഇത്രയും നല്ലൊരു എമൗണ്ട് മാറ്റിവെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്കും അതുപോലെ തന്നെ നമ്മുടെ LDA ഓപ്പൺ സ്റ്റേജ്
ഓഫീസ് എന്നിവ വിപുലമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കല്ലിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരിക്കും. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഇവർ പറഞ്ഞു. 1,10,000 രൂപയാണ് MLAയുടെ ഭാഗത്ത് നിന്ന് അനുവദിച്ചു തന്നിരിക്കുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ ഓഫീസിന്റെ വഴിപാട് കൗണ്ടർ, അതുപോലെ തന്നെ ഓപ്പൺ സ്റ്റേജ് എന്ന രീതിയിൽ ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് നിൽക്കുന്ന ഒരു ഓപ്പൺ സ്റ്റേജ്, ഒപ്പം ക്ഷേത്ര പറമ്പിന് നടുവിലൂടെയുള്ള റോഡിന്റെ കോൺക്രീറ്റിംഗ് വർക്കുകൾ, ഇത്തരം പ്രവൃത്തികൾക്കാണ് അത് അനുവദിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്നൊക്കെ ആവശ്യപ്പെട്ടതിനേക്കാൾ ഒരു പടി കൂടുതൽ വൃത്തിയായും ഭംഗിയായും നടക്കണം എന്ന സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് MLAയുടെ ഭാഗത്ത് അതിനൊരു ഇത്തരത്തിലുള്ളൊരു ഫണ്ടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന്റെ ഔപചാരികമായ തറക്കല്ലിടൽ കർമ്മമാണ് ഈ വരുന്ന 22-ാം തീയതി ബുധനാഴ്ച നാളെ കാലത്ത് 9:30 നടക്കുകയാണ്. ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അതിന്റെ ഔദ്യോഗികമായ തറക്കല്ലിടൽ ചടങ്ങുകൾ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് AP വിജയകുമാർ, സെക്രട്ടറി ആർ സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി N രവീന്ദ്രൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ചാലിശ്ശേരിയിൽ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിൽ അടയ്ക്ക വില ഉയർന്നു. അടയ്ക്ക കർഷകർ ആഹ്ലാദത്തിൽ. കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ ഉത്തരേന്ത്യൻ മാതൃകയിൽ നടത്തിയ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനായി തിങ്കളാഴ്ച മാർക്കറ്റിലെത്തിയ 6500 തുലാം അടയ്ക്ക ഞായറാഴ്ച മുതൽ പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി 2000-ലധികം ചാക്ക് അടയ്ക്കയാണ് ലേലത്തിനായി എത്തിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9:30 ആരംഭിച്ച ലേലം വൈകിട്ട് 5 വരെ തുടർന്നു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കർഷകരാണ് പുലർച്ചെ മുതൽ മാർക്കറ്റിലേക്ക് എത്തിയത്. മുഹൂർത്ത കച്ചവടത്തിന്റെ ഭാഗമായി കർഷകർക്ക് A1 ഗ്രേഡ് അടയ്ക്കയ്ക്ക് കിലോയ്ക്ക് 507 രൂപ 50 പൈസ വരെ വില ലഭിച്ചു. അത് ഏറെ പ്രതീക്ഷയായി. പുതിയ അടയ്ക്ക 450, പട്ടോർ 350, കോക്ക 250, ലാലി 280 രൂപ നിരക്കിൽ വിൽപ്പനയും നടന്നു. 2024-ൽ ദീപാവലി മുഹൂർത്തത്തിൽ കിലോയ്ക്ക് 405 രൂപയായിരുന്നു വില. ഈ വർഷം മികച്ച വിലയിലാണ് ലേലം നടന്നത്. വൻതോതിൽ അടയ്ക്ക എത്തിയതോടെ മാസങ്ങൾക്ക് ശേഷം ചുമട്ടുതൊഴിലാളികൾക്കും മികച്ച പണിയും ലഭിച്ചു. ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ അടയ്ക്ക ഇറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ വില കുത്തനെ ഇടിഞ്ഞിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കിലോയ്ക്ക് 450, 475 എന്ന നിലയിൽ വിൽപ്പന നടന്നു. 2023-2024 വർഷങ്ങളിൽ യഥാക്രമം 228, 160 ടൺ അടയ്ക്ക ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു. ഇത്തവണ 130 ടൺ അടയ്ക്കയാണ് എത്തിയത്. ഓരോ വർഷം തോറും ഉൽപാദനം കുറയുന്ന സാഹചര്യത്തിൽ അടയ്ക്ക കർഷകർ പ്രതിസന്ധിയിലാണ്. കോവിഡ് കാലത്ത് കിലോയ്ക്ക് 625 രൂപയോളം വില ലഭിച്ചിരുന്നു. ഇത്രയും ഉയർന്ന വില കർഷകർക്ക് പിന്നീട് ലഭിച്ചിട്ടില്ല. 1953-ൽ ചാലിശ്ശേരിയിൽ ആരംഭിച്ച പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ 2023 വർഷത്തിലാണ് ദീപാവലി മുഹൂർത്ത കച്ചവടം ആരംഭിച്ചത്. ഉത്തരേന്ത്യയിൽ പുതിയ സാമ്പത്തിക വർഷം ദീപാവലി ദിവസം മുതലാണ് ആരംഭിക്കുന്നത് എന്നതിനാൽ ഈ ദിവസം മുതൽ കച്ചവടത്തിൽ നേട്ടമുണ്ടാകുമെന്നാണ് വിശ്വാസം. മാർക്കറ്റിൽ ദീപാവലിയോടനുബന്ധിച്ച് വൈദ്യുതി ദീപാലങ്കാരവും മധുര വിതരണവും ഒരുക്കി. കേരളത്തിനകത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികൾ ലേലത്തിനായി ചാലിശ്ശേരിയിലെത്തി. പ്രമുഖ അടക്ക വ്യാപാരി താണിയിൽ മാനുക്ക മുഖ്യാതിഥിയായി. മുഹൂർത്ത കച്ചവടത്തിന് രക്ഷാധികാരി ഷിജോയ് തോലത്ത്, പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ, വൈസ് പ്രസിഡന്റ് സാലിഹ് കാണക്കോട്ടിൽ, സെക്രട്ടറി ബാബു കണ്ടരാമത്ത് എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗവും പോലീസ് സേനയ്ക്കുള്ള ആദരവും വ്യാഴാഴ്ച നടത്തും. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗവും പോലീസ് സേനയ്ക്കുള്ള ആദരവും പുതിയ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണോദ്ഘാടനവുമാണ് വ്യാഴാഴ്ച നടന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ടൗണിലെ ജ്വല്ലറിയിൽ നടന്ന മോഷണത്തിലെ പ്രതികളെ ദിവസങ്ങൾക്കകം പിടികൂടിയ പട്ടാമ്പി പോലീസ് സേനയ്ക്കാണ് ആദരം നൽകുന്നത്. 23-ന് വ്യാഴാഴ്ച രാവിലെ 10:30 വ്യാപാരി ഫൗണ്ടേഷനിൽ വെച്ചാണ് ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ഷൊർണൂർ DYSP, പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ N അൻഷാദ് തുടങ്ങി പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. പട്ടാമ്പി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് പട്ടാമ്പിയിലെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച ഈ പോലീസ് സേനയ്ക്കുള്ള ആദരവിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. നമ്മൾ ഒരു കളവ് നടന്ന്
എത്രയും പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പിടിക്കപ്പെടേണ്ട പ്രതികൾ എല്ലാവരും പിടിക്കപ്പെട്ടു. മാത്രമല്ല അതിന്റെ തൊണ്ടി മുതലടക്കമുള്ള കാര്യങ്ങൾ തിരിച്ച് പിടിക്കാനും ആ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്വീകരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, പത്രദൃശ്യ മാധ്യമങ്ങളിലെ പ്രതിനിധികളും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടെ. വ്യാപാരി ഫൗണ്ടേഷന്റെ മുകൾ നിലയിലാണ് പുതിയ കോൺഫറൻസ് ഹാൾ നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനവും സംസ്ഥാന പ്രസിഡന്റ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻസ്, ട്രഷറർ അബുലൈസ്, സിദ്ദിഖ് പത്രാസ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ജനോപകാര പ്രവർത്തനങ്ങൾക്കായി സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവാക്കാൻ യാതൊരു മടിയുമില്ലെന്ന് തെളിയിക്കുകയാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയേക്കൽ. പട്ടിത്തറ ചാലിശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടപ്പാടം ചുടുവയൽ റോഡാണ് സ്വന്തം കയ്യിൽ നിന്നും 3.5 ലക്ഷം രൂപ ചെലവഴിച്ച് ഇദ്ദേഹം നിർമ്മിച്ചത്. 130 മീറ്റർ നീളവും 3 മീറ്റർ വീതിയിലും 4 ഇഞ്ച് കനത്തിലും നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പഞ്ചായത്ത് നിർമ്മിച്ചാൽ 7 ലക്ഷത്തോളം തുക വേണ്ടിവരുമായിരുന്ന റോഡാണ് ബാവ മാളിയേക്കൽ 3.5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പട്ടിത്തറ പഞ്ചായത്തിലെ നൌഷാദ് പടി റോഡും അദ്ദേഹം സ്വന്തം ചെലവിൽ 1 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശത്ത് തന്നെ 10ഓളം വീട്ടുകാർക്കായി സ്വന്തം ചിലവിൽ കുഴൽക്കിണർ നിർമ്മിച്ച് 5000 ലിറ്ററിന്റെ ടാങ്കും ഇദ്ദേഹം സ്ഥാപിച്ചു നൽകിയിരുന്നു. കൂടാതെ പ്രദേശത്തെ കാശാമുക്ക് അംഗനവാടിക്ക് ചുറ്റുമതിൽ, പാറപ്പുറം അംഗനവാടിയുടെ മുറ്റത്ത് ടൈൽ വിരിച്ചു നൽകൽ, ചിറ്റപ്പുറത്ത് 25ഓളം വീട്ടുകാർക്കായി സ്വന്തം ചിലവിൽ കുടിവെള്ള പദ്ധതി നിർമ്മാണം, പഞ്ചായത്ത് കിണറിനെ സംരക്ഷിക്കുക ലക്ഷ്യമിട്ട് ഇരുമിനിറ്റ് സ്ഥാപിക്കൽ എന്നിവയും ഇദ്ദേഹം പൂർത്തീകരിച്ചു നൽകി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം തന്റെ സേവന കാലയളവിൽ പൂർത്തീകരിച്ചു നൽകാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൊടുത്ത വാഗ്ദാനം ഞാൻ ഈ റോഡ് ചെയ്തു കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു മെമ്പറായി നിൽക്കുന്ന സമയത്ത് ഈ അവസാന ഘട്ടം വരെ മറ്റു വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് ഈ റോഡ് സ്വന്തമായി ഞാൻ ഏറ്റെടുത്ത് ചെയ്യാണ്. 130 മീറ്റർ നീളവും 30 മീറ്റർ വീതിയിലാണ് ഈ റോഡ് ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 7.5 ലക്ഷം രൂപ വേണം പഞ്ചായത്തോ MLAയോ ബ്ലോക്കൊക്കെ ചെയ്യണമെങ്കിൽ. പക്ഷെ ബ്ലോക്കിന് 6 മീറ്റർ വീതിയുള്ളതേ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് 3 മീറ്റർ വീതിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് സ്വയം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത്. ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒട്ടനവധി സത്യതമാര് പല ഇതും ചെയ്തിട്ടുണ്ട്. അവരോട് കൊടുത്ത വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താണ് ഇത് ചെയ്യുന്നത്. തന്റെ ജനോപകാര പ്രവർത്തനങ്ങളിലൂടെ തന്റെ പോക്കറ്റിൽ നിന്നും എത്ര തുക ചെലവഴിക്കാനും മടിയില്ലെന്ന് തെളിയിക്കുകയാണ് ഇദ്ദേഹം. ഇവയ്ക്കെല്ലാം പുറമെ എല്ലാ വർഷവും നാട്ടിലെ പാവപ്പെട്ടവർക്കായി ആട് വിതരണം, അർഹരായവർക്ക് ടൈലറിംഗ് മെഷീൻ വിതരണം, വയോധികർക്ക് കട്ടിൽ വിതരണം എന്നിവയും ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം പോലും കൈപ്പറ്റാതെ മുഴുവൻ തുകയും അർഹരായ നാട്ടുകാർക്കായി ഇദ്ദേഹം ചെലവഴിച്ചു വരികയാണ്. കൂടാതെ നിരവധി രോഗികൾക്കായി എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ചികിത്സാ ധനസഹായവും ബാവ മാളിയേക്കൽ നൽകി വരുന്നുണ്ട്. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 5 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നു. നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഈ മാസം 24-ന് കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിക്കും. കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡാണ് 5 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നത്. 2024-25 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിക്ക് നേരത്തെ തന്നെ ഭരണാനുമതി ലഭിച്ചിരുന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവൃത്തികൾക്കാണ് ഈ മാസം 24-ന് തുടക്കം കുറിക്കുന്നത്. 24-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പിഷാരടി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പ്രസാദ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷത വഹിക്കും. ഇതുമായി ബന്ധപ്പെട്ട് MLAയുടെ അധ്യക്ഷതയിൽ ഓർച്ചാർഡിൽ യോഗം ചേർന്നു. നിർമ്മാണോദ്ഘാടനത്തിന്റെ മുന്നൊരുക്കങ്ങളും യോഗത്തിൽ വിലയിരുത്തി. പട്ടാമ്പി മണ്ഡലത്തിലേക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ടിൽ 5 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. അത് ഭാവിയിൽ നമുക്കറിയാം നിലവിലുള്ള സെൻട്രൽ ഓർച്ചാർഡിനെ നവീകരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പൊതുജനങ്ങൾക്ക് വന്ന് കൃഷിയെ അടുത്തറിയാനും കാണാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിലേക്ക് മാറുകയും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വന്നിരിക്കാനും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇണങ്ങിച്ചേരാനൊക്കെ കഴിയുന്ന രീതിയിൽ ഒരു ഫാം ടൂറിസത്തിൻ്റെ സാധ്യത കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. കൃഷി വകുപ്പും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള KLDCയും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യണം, നിർമ്മാണോദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന 24-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത്. പട്ടാമ്പിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടി നടക്കുന്നുണ്ട്. അത് കൂൺഗ്രാമം പദ്ധതിയാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഇത് 2 പരിപാടികളായിട്ട് നടത്തേണ്ടതാണ്. പക്ഷേ സമയക്കുറവ് കൊണ്ടും
നമുക്ക് ഇനിയും കൂടുതൽ പരിപാടി, കാരണം വല്ലപ്പുഴ പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിയും ഈ കാലത്ത് ഈ സമയത്ത് തന്നെ നടക്കുക. അപ്പോൾ അതും ഉദ്ഘാടനം ചെയ്യണം. ഉൾഗ്രാമം പദ്ധതിയും ഉദ്ഘാടനം ചെയ്യണം. സെൻട്രൽ ഓർച്ചാഡ്, അപ്പോൾ വല്ലപ്പുഴയിൽ ഒരു പരിപാടി സെപ്പറേറ്റ് ആയിട്ട് നടക്കുകയും പട്ടാമ്പിയിൽ 2 പരിപാടി ക്ലബ് ചെയ്തിട്ടാണെങ്കിലും രണ്ട് ഉദ്ഘാടനങ്ങളായിട്ട് തന്നെ നടത്തുന്ന രീതിയിൽ, ഒരു വേദിയിൽ നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, സ്ഥിരസമിതി അധ്യക്ഷൻ പി വിജയകുമാർ, ഓർച്ചാർഡിലെ ഉദ്യോഗസ്ഥർ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 27 ഏക്കറിലാണ് ഓർച്ചാർഡ് സ്ഥിതി ചെയ്യുന്നത്. വിദേശ ഫലവൃക്ഷങ്ങളുടെയും ഔഷധസസ്യങ്ങളുടെയും തോട്ടങ്ങൾ, മാതൃകാ മ്യൂസിയം, ശലഭോദ്യാനം, അലങ്കാര പുഷ്പങ്ങളുടെ ഉദ്യാനം, ഫലവൃക്ഷങ്ങളുടെയും തെങ്ങിൻ തൈകളുടെയും മാതൃകാത്തോട്ടങ്ങൾ, ഇരിപ്പിടങ്ങളുള്ള പൂന്തോട്ടങ്ങൾ എന്നിവ ഓർച്ചാർഡിലുണ്ടാകും. ഓർച്ചാർഡിലെ നിലവിലെ കുളവും നവീകരിക്കും. കൃഷിയോടെ താല്പര്യമുള്ളവരെ ആകർഷിപ്പിക്കുവാനുള്ള പദ്ധതികളാണ് നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ നടപ്പാക്കുന്നതെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.